സന്തോഷകരമായ ദാമ്പത്യത്തിൻ്റെ നാളുകൾ. മോനെ, നബി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളിൽ ഏറ്റവും ഈമാൻ പൂർത്തിയായവൻ നിങ്ങളിൽ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്നാണ്. എല്ലാവരാലും ഇഷ്ടപ്പെട്ട മുഹമ്മദിനെ ഒരു ദിവസം എല്ലാവരും ശത്രുവായി പ്രഖ്യാപിക്കുന്നു. കാരണം എന്തെന്നല്ലേ? അള്ളാഹു മുഹമ്മദിനെ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഖുൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന. വായിക്കുക, സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ. ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാണ്, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യനെ അവൻ അറിയാത്തത് അവന് പഠിപ്പിച്ചു. സംശയമില്ല, മനുഷ്യൻ അതിക്രമീയമായിരിക്കുന്നു, തനിക്കു താൻ പോകുന്നതിനെ കണ്ടെത്തി. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വഴിപ്പെടുക എന്ന പ്രവാചകൻ ആ ജനതയോട് പ്രബോധനം ചെയ്തപ്പോൾ അദ്ദേഹം അവരുടെ ശത്രുവായി മാറി. തുടർന്ന് നബിയെ പിൻപറ്റിയ സഹാബികളെ ശത്രുക്കൾ ശക്തമായി പീഡിപ്പിച്ചു. നിങ്ങൾക്കറിയില്ലേ ബിലാൽ അനുഭവിച്ച യാതനകൾ? حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ല, നിങ്ങളുടെ മുൻഗാമികളെ ബാധിച്ച ദുരിതങ്ങളൊന്നും നിങ്ങൾക്ക് വന്നെത്താതെ തന്നെ നിങ്ങൾ സ്വർഗത്തിലങ്ങ് കടന്നു കളയാമെന്ന് കരുതുന്നുണ്ടോ? പീഡനങ്ങളും പ്രയാസങ്ങളും അവരെ ബാധിച്ചു. ദൈവദൂതനും കൂടിയുള്ള വിശ്വാസികളും ദൈവസഹായം എപ്പോഴാണുണ്ടാവുക എന്ന് വിലപിക്കേണ്ട വരുമാറ് കിടിലം കൊള്ളിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി. അറിയുക, അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെ ഉണ്ടാകും. ഏകദൈവ വിശ്വാസം കൈക്കൊണ്ടതിന്റെ പേരിൽ നബിയും സഹാബത്തും നേരിട്ട പീഡനങ്ങൾ അവയൊന്നും തന്നെ മക്കയിലെ മണൽത്തരികൾക്ക് പോലും മറക്കാനാവില്ല. നോക്കൂ, ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്രയിച്ച തന്റെ ഈ അടിമയെ ഉമൈത്ത് ഇബ്നു ഖലഫ് ശിക്ഷിച്ചത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി നെഞ്ചിൽ ഭാരമേറിയ കല്ല് വെച്ചുകൊണ്ടായിരുന്നു. വേദന കൊണ്ട് പിടയുമ്പോഴും അഹദ് അഹദ് എന്നൊരുവിട്ടുകൊണ്ട് തന്റെ ഈമാൻ ഉറപ്പിച്ച ഇസ്ലാമിന്റെ സുവർണ താരം സുമയ്യ റളിയല്ലാഹു അൻഹ, ഇസ്ലാമിന്റെ ആദ്യത്തെ രക്തസാക്ഷി, യാസിർ ബിൻ അമ്രിന്റെ ഭാര്യയും അമ്മാറിന്റെ ഉമ്മയുമായ ധീരവനിത. കൊടിയ ശത്രുവായിരുന്ന അബൂ ജഹൽ ആയിരുന്നു ഇവരനുഭവിച്ച പീഡനമുറകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. ശരീരത്തിൽ മൂർച്ചയേറിയ കുന്തം കടത്തിക്കൊണ്ടാണ് ശത്രുക്കൾ ഈ മഹദിയെ ഷഹാദത്തിലേക്ക് എത്തിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് 200-ൽ പരം നാഴിക ഒറ്റയ്ക്ക് സഞ്ചരിച്ച പ്രഥമ മുസ്ലിം വനിത. ഹിജ്റയുടെ പേരിൽ ശാരീരികമായും മാനസികമായും ഈ സഹാബി വനിത സഹിച്ചത്ര ക്ലേശം മറ്റാരും സഹിച്ചിട്ടുണ്ടാവില്ല. ഇതാ നോക്കൂ, നബിയുടെ പുത്രി സൈനബ്. മദീനയിലേക്കുള്ള പലായനത്തിനിടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന സൈനബിനെ ഹുബാർ ഇബ്നു അസ്വദ് എന്ന ക്രൂരഹൃദയൻ കുന്തം കൊണ്ട് തള്ളി വീഴ്ത്തി. വീഴ്ചയിൽ ഗർഭമലസി സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ ചരിത്രങ്ങളൊക്കെയും ആവർത്തിക്കാനുള്ളതാണ്. ഇതിന്റെ തുടർച്ച ഇപ്പോഴും നമുക്ക് കാണുവാനും കഴിയും. ഇത്തരം പരീക്ഷണങ്ങളിൽ പതറാതെയും പരാജയപ്പെടാതെയും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം. അതിനർഹത നേടാൻ വിശ്വാസം കൊണ്ടും
ജീവിത വിശുദ്ധി കൊണ്ടും പ്രാർത്ഥനാപൂർവം തയ്യാറെടുക്കുക എന്നതാവട്ടെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഇങ്ങനെ പീഡനങ്ങൾ അസഹ്യമായപ്പോൾ അള്ളാഹു പ്രവാചകനോട് ഹിജ്റ പോവാൻ കൽപ്പിക്കുന്നു. എനിക്കറിയാം, മദീനക്കല്ലേ ഹിജ്റ പോയത്? അതെ, അതൊരു കഠിനമായ യാത്രയായിരുന്നു. മുശ്രിക്കുകളുടെ കണ്ണ് വെട്ടിച്ച് തൻ്റെ വിശ്വസ്തനായ സ്വഹാബി അബൂബക്കറുമൊത്ത് നബി യസ്രിബിലേക്കെത്തി. മദീനയിൽ എങ്ങനെയാ നബിയെ സ്വീകരിച്ചെന്ന് അറിയുമോ? ോരഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. വരവേൽക്കാൻ പുരുഷാരമാർത്തിരമ്പി, വരവേൽക്കാൻ പുരുഷാരമാർത്തിരമ്പി. മണവാട്ടി പോലെ അണിഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. എല്ലാരും ഒത്തുകൂടി മൊഞ്ചുള്ള മംഗളഗീതം പാടി. മർഹബ മർഹബ യാ റസൂലേ, മക്കത്തുദിച്ചൊരു വെണ്ണിലാവേ. മർഹബ മർഹബ യാ റസൂലേ, മക്കത്തുദിച്ചൊരു വെണ്ണിലാവേ. മണവാട്ടി പോലെ അണിഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. വന്നാലും വന്നാലും യാ നബിയേ, നയിച്ചാലും ഞങ്ങളെ നിർവഴിയേ. മണവാട്ടി പോലെ അണിഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. മണവാട്ടി പോലെ അണിഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. വരവേൽക്കാൻ പുരുഷാരമാർത്തിരമ്പി, വരവേൽക്കാൻ പുരുഷാരമാർത്തിരമ്പി. മണവാട്ടി പോലെ അണിഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. മണവാട്ടി പോലെ അണിഞ്ഞൊരുങ്ങി മഹിതോത്സവത്തിൽ മദീന മുങ്ങി. മഹിതോത്സവത്തിൽ മദീന മുങ്ങി. മഹിതോത്സവത്തിൽ മദീന മുങ്ങി. മഹിതോത്സവത്തിൽ മദീന മുങ്ങി. തലാൽ ബദ്രു അലൈനാ, തലാൽ ബദ്രു അലൈനാ, തലാൽ ബദ്രു അലൈനാ, തലാൽ ബദ്രു അലൈനാ. ലോഗോ आवाज दो सबको, देख लो कास दे रब को. लोगो आवाज दो सबको, देख लो कास दे रब को. रोशनी गारे हिरा की मिल गई पर्दाए शब को. रोशनी गारे हिरा की मिल गई पर्दाए शब को.
हुक्म सहर है, बारिशें नज्मो कमर है, आज से हुक्म सहर है, रात को रात ना कहना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना। अल्लाह 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 अल्लाह। आए सरकार मदीना, लाए अनवार मदीना, आए सरकार मदीना, लाए अनवार मदीना। आप ही हक के नबी हैं या फरीदी या शफी है, आप ही हक के नबी हैं या फरीदी या शफी है। मुस्तओ नौए बशर को अब तमन्नाए सहर को, मुस्तओ नौए बशर को अब तमन्नाए सहर को, मुस्तए शब नहीं रहना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना। दिल ने पाई है मुरादे, उनकी राहों को सजा दे, दिल ने पाई है मुरादे, उनकी राहों को सजा दे। गुल बिछाए हैं सबाने, आओ हम आंखें बिछा दे, गुल बिछाए हैं सबाने, आओ हम आंखें बिछा दे। चांद उभरा है लिए ताज, ईद जैसा है समा आज, चांद उभरा है लिए ताज, ईद जैसा है समा आज, है ये रमजान का कहना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना, तलाल बदरु अलैना। अल्लाह 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 अल्लाह। तलाल बदरु अलैना, तलाल बदरु अलैना, तलाल। അങ്ങനെ ഹിജ്റ പോയവർ മുഹാജിറുകളും സ്വീകരിച്ചവർ അൻസാരികളുമായി അറിയപ്പെട്ടു. അവർ എല്ലാവരെയും സ്നേഹിച്ചു. മുഹാജിറുകൾക്ക് ആവശ്യമായതൊക്കെ അൻസാരികൾ പകുത്തു നൽകി. നമ്മളും അതുപോലെ എല്ലാ ജനങ്ങൾക്കും അൻസാരികളായിത്തീരണം. യസ്രിബ് മദീനത്തുൽ മുനവറ എന്ന പട്ടണമായി. അതൊരു ഇസ്ലാമിക രാഷ്ട്രമായി തീർന്നു. ഒട്ടും എളുപ്പമായിരുന്നില്ല അത്. മക്കയിൽ നബി ആട്ടി ഓടിച്ച അവർ അഭയം തേടിയ മദീനയിലും ആക്രമിക്കാനായി എത്തി. അപ്പോൾ അള്ളാഹു അവരോട് പ്രതിരോധിക്കാൻ കൽപ്പിച്ചു. ഈമാന്റെ ശക്തമായ പിൻബലത്തിൽ 3 ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെയാണ് അവർ തുരത്തി ഓടിച്ചത്. നിങ്ങൾക്കറിയില്ലേ, അതാണ് ചരിത്ര പ്രസിദ്ധമായ ബദർ. വട
പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ. നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ. കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റിക്കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ. ചലിച്ചില്ല ഈ മാന് വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹദെന്ന്. അരിശിലലങ്കൃതമയിലൊളിരൂപം ആദിയിൽ സൃഷ്ടിച്ചല്ലാഹോ. ആദിയടങ്കൽ റഹ്മത്തുറവൈ അഹമ്മദ് നബിയെ അല്ലാഹോ. ആശറഫുറ്റൊളി ആദം സന്തതിമാരും പിന്നെ മലക്കുകളും ആദരവാൻ നന്നാകെ സ്തുതിച്ചു റബ്ബിനാശ്രയ ജിന്നുകളും. അരിശിലലങ്കൃതമയിലൊളിരൂപം ആദിയിൽ സൃഷ്ടിച്ചല്ലാഹോ. ആദിയടങ്കൽ റഹ്മത്തുറവൈ അഹമ്മദ് നബിയെ അല്ലാഹോ. ആമിനബിയുടെ ഓമനമോനായി ആദരരബ്ബുല്ലാദൻ സുതനായി ആഗതനായ മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ ചൊല്ലി സ്വലാത്തോദാ. ഹലീമ പോറ്റി വളർത്തി ബീബി ഖദീജ കിണയായെത്തി. ഇറയിൽ ഇക്റയും പൊൻവെളിയൂർത്തി ലോകം മാറ്റി മറിച്ചു നബി. അരിശിലലങ്കൃതമയിലൊളിരൂപം ആദിയിൽ സൃഷ്ടിച്ചല്ലാഹോ. ആദിയടങ്കൽ റഹ്മത്തുറവൈ അഹമ്മദ് നബിയെ അല്ലാഹോ. ആദിവ്യ താരകം അന്ത്യ റസൂല് ആദിത്യ തേജസ്സാർന്ന റസൂല്. ആ മുത്തുമണിയുടെ ശഫാഅത്ത് നേടാൻ ഞങ്ങളിലും നീ വിധിയേകി. ഇസ്ലാമിൻ പരിപൂർത്തിക്കാൻ ദീനഹൃദയയുടെ തെളിനീരുറവ ധീരം മക്ക കുഫാറുകളുമായി പൊരുതിയ യോദ്ധാവാണു നബി. അരിശിലലങ്കൃതമയിലൊളിരൂപം ആദിയിൽ സൃഷ്ടിച്ചല്ലാഹോ. ആദിയടങ്കൽ റഹ്മത്തുറവൈ അഹമ്മദ് നബിയെ അല്ലാഹോ. അങ്ങനെ ഓരോ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് അതിജീവിച്ച പ്രവാചകനും അനുയായികളും പതിയെ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുത്തു. അന്നത്തെ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അത്. അടിമത്തമില്ലാതാക്കി, വർണ്ണവിവേചനം ഒഴിവാക്കി, ധനികനും ദരിദ്രനുമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ട ആദ്യത്തെ വ്യവസ്ഥിതി. അതെ, ഇസ്ലാം എന്ന സമ്പൂർണ്ണ മതം സ്ഥാപിക്കപ്പെട്ടു. നിങ്ങൾക്കറിയോ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ജനതയിൽ നിന്നും അവർക്ക് വളരെ ഉന്നത സ്ഥാനം നൽകി ആദരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി.